പരലോകത്ത് അല്ലാഹു വിളിച്ചു പറയും, ഐനൽ മുതഹാബ്ബൂന ഫീ ജലാലി, എവിടെ എൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ. വ്യത്യസ്ത നാട്ടുകാർ, വ്യത്യസ്ത സ്വഭാവമുള്ളവർ, വ്യത്യസ്ത തറവാടികൾ, പക്ഷെ നമ്മളെ കൂട്ടിയിണക്കുന്നത് ആദർശമാണ് അല്ലെ? ആ മുഅ്മിൻ എന്ന, ആ ഈമാൻ എന്ന, ആ ഇസ്ലാം എന്ന കണ്ണിയിൽ നമ്മൾ ഓരോരുത്തരും ആ കയറിലെ ഓരോ മുത്തുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ ഒരു മഹബ്ബത്ത് പരസ്പരം ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ, ലഹും മനാബിറു മിൻ നൂരിൻ, അവർക്ക് പ്രകാശ പരലോകത്ത് നൽകപ്പെടും. പ്രവാചകന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അവർ പരലോകത്ത് ഹാജരാക്കപ്പെടുമെന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനുമായിട്ട് ഏറ്റവും നല്ല സാഹോദര്യം ഉണ്ടായിരിക്കണം, ഏറ്റവും നല്ല സ്നേഹം ഉണ്ടായിരിക്കണം. പരസ്പരം ബന്ധം മുറിക്കരുത്, പരസ്പരം മാത്സര്യം കാണിക്കരുത്, പരസ്പരം അകൽച്ചയുണ്ടാകരുത്, ബുഗ്ദ് കോപമുണ്ടാകരുത്, പകയുണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്. വകൂനു ഇഖ്വാന, നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യഹില്ലു ലി മുസ്ലിമിൻ അയ്യഹ്ജുറ അഖാഹു ഫൗക 3 അയ്യാം, 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് എന്നാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗന്ദര്യപ്പിണക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, പക്ഷേ വേഗത്തിൽ മിണ്ടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.